ആദ്യമായി ഈ ധന്യ മുഹൂർത്തത്തിന് ഞാൻ ആശംസിക്കുന്നു. സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ശ്വാസം പ്രത്യേകിച്ച് ശ്രീനാഥൻ സാർ, ജോൺ പോൾ എല്ലാം കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിനോട് സ്നേഹമുള്ള എല്ലാവരും ഏതായാലും ആൾക്കാരെന്ന് എത്തിക്കഴിഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് സിനിമാപരമായിട്ട് ഞാൻ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ അർജുനായിട്ട് ബന്ധം ഏതാണ്ട് 60-ഏറെ കാലം നാടകങ്ങൾ മാത്രമുള്ള ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 350 നാടകങ്ങൾ ഞാൻ രണ്ടുപേർ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നാടകങ്ങളുടെ പെരുമാറും സമിതിയുടെ പെരുമാറും കളിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ബോർഡിൽ ഈ മാറ്റങ്ങൾ കാണാം. പക്ഷെ എന്നാൽ താഴ്ത്ത് കാണുന്ന പേര് നോട്ടീസിൽ താഴെ ബോർഡിൽ താഴ്ത്ത് സംഗീതം സംവിധാനം, സംഗീതം എനിക്കതിനും സംവിധാനം കേന്ദ്രമാണ്. അങ്ങനെ ഒരുപാട് നാടകത്തിൽ സുവർണ്ണകാലം നിങ്ങൾ ശരിക്കും ആസ്വദിച്ച ആൾക്കാരാണ് ഞാൻ ആർജിക്കുന്നത്. എന്നിപ്പോൾ നാടകം സിനിമയാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല രീതിയിൽ പോയി. അങ്ങനെയല്ല. അന്ന് നാടകത്തിലുള്ള പാട്ടുകൾക്ക് ആക്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പാട്ടുണ്ടാവുള്ളൂ. ആ പാട്ടിന് അഥവാ പാട്ട് ട്യൂൺ ചെയ്ത് നിങ്ങളെ പറഞ്ഞ് ഈ സിനിമാക്കാർ ചെയ്യുന്നവരെ മുറി അടച്ചിട്ട് രഹസ്യമായിട്ട് പാട്ട് വെച്ചാൽ ഞങ്ങളെല്ലാവരും അവിടെ കിടന്ന് പറഞ്ഞ് ഒരു അവരുടെ അഭിപ്രായം പറയുക, പാട്ട് ഉണ്ടാക്കുക, പാട്ട് പാടുക, നിർവഹിച്ചെടുക്കുക. ഈ പാട്ട് നന്നായി കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് തന്നെ ആ പാട്ട് വരേണ്ടതായ സിറ്റുവേഷൻസ് തന്നെ കഥാകൃത്തുകൾ കൊണ്ട് പൊളിച്ചിരിച്ചിട്ടുണ്ട്. ഞാനും അജയൻ മാസ്റ്റർ തമ്മിലുള്ള ബന്ധമുണ്ട്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ബന്ധമാണ്. മലയാളത്തിലല്ല, ലോക സംഗീതത്തിൽ തന്നെ ഞങ്ങളെപ്പോലെ ഒരു പേർ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം എൻ്റെ പല പടങ്ങൾക്കും അജയൻ മാസ്റ്റർ ഈണം പകർന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. അർജുൻ മാസ്റ്ററുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവർക്കെല്ലാം അർജുൻ മാസ്റ്റർ ആരാണെന്ന് അറിയാം. കുട്ടിക്കാലത്ത് തൻ്റെ ബാല്യ കൗമാരങ്ങളിൽ പഴനിയിലെ ഒരു ആശ്രമത്തിൽ ഒരു സന്യാസിയുടെ പ്രത്യേക ശിക്ഷണത്തിൽ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൽ ഒരു സന്യാസിയുണ്ട്. ചെറിയ സന്യാസി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവവാഹാദികളിലും ചലനങ്ങളിലും ഒക്കെ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. തിരുവോണം എന്ന സിനിമ എറണാകുളം സ്വദേശിയായ KP മോഹൻ എന്ന എൻ്റെ സുഹൃത്ത് നിർമ്മിച്ചതാണ്. ആ തിരുവോണം എന്ന സിനിമയിൽ വലിയൊരു പ്രത്യേകത ഉള്ളത് പ്രേംനസീറും കമൽഹാസനും ചേർന്ന് നിർമ്മിച്ച ഒരേ ഒരു സിനിമ അതാണ്. നിർഭാഗ്യവശാൽ അതിൻ്റെ നെഗറ്റീവ് ഉരുകിപ്പൊടി ഇനി ഒരിക്കലും കാണാൻ സാധ്യമല്ല. അതിൻ്റെ സംഗീത സംവിധായകൻ അർജുൻ മാസ്റ്ററായിരുന്നു. അർജുൻ മാസ്റ്റർ സാധാരണ മദ്രാസിൽ വന്ന അയ്യപ്പാലൂട്ടിൽ എന്നൊരു ലോഡ്ജിലാണ് താമസിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ സ്വന്തമായി നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ചട്ടമ്പി കല്യാണി എന്നൊരു ചിത്രമുണ്ട്. അതിൻ്റെ സംഗീതവും അർജുൻ മാസ്റ്റർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുൻ മാസ്റ്റർ പറഞ്ഞു, അർജുൻ മാസ്റ്റർ ഇവിടെ എൻ്റെ കൂടെ താമസിച്ചാൽ മതി, അയ്യപ്പാലൂട്ടിൽ പോകണ്ട. അങ്ങനെ അത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ ഗസ്റ്റ് റൂം അദ്ദേഹത്തിന് കൊടുത്തു. ഒരു ദിവസം രാവിലെ ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച അർജുന് മുറ്റം നോക്കുകയാണ് ചൂലുകൊണ്ട്. എനിക്ക് ദേഷ്യമാണ്. ഞാൻ എടുത്തു ആ ചൂല് പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അത് പോകും. നിങ്ങൾ ഞങ്ങളുടെ ജോലിക്കാർ കൊണ്ടുവന്നാണ് അവിടെ, നിങ്ങളെൻ്റെ അതിഥിയാണ്. അപ്പോ ഞാൻ ദേഷ്യപ്പെട്ടതോ ജോലി വലിച്ചെറിഞ്ഞോ ഒന്നും അർജുനെ ബാധിക്കുന്നില്ല. പിന്നെയും പോയി ആ ചൂല് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പറയും, ഞാൻ അതിഥിയല്ല, ഞാൻ ഇങ്ങനെ നമ്മുടെ അതിഥിയാവുന്നേ, ഞാൻ ഇവിടുത്തെ ആളാണ്, ഇതെൻ്റെ വീടാണ്.
ഇവിടെ എനിക്ക് ഏത് ജോലിയും ചെയ്യാം. ഇങ്ങനെ പെരുമാറുന്ന ഒരു സംഗീത സംവിധായകൻ ലോക ചരിത്രത്തിൽ ഉണ്ടായി കാണും. അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ നിങ്ങൾ ഏത് പരസ്യം കണ്ടോളൂ, സംഗീത സംവിധായകന്റെ പേരാണ്, പാട്ടെഴുത്താൻ്റെ പേരുണ്ടാവില്ല. ഞങ്ങളൊക്കെ എന്റെയൊക്കെ പഠനകാലത്ത് ഏറ്റവും വലിയ ടീം വയലാർ ദേവരാജൻ ടീമാണ്. പി ഭാസ്കരൻ ബാബുരാജ്, പി ഭാസ്കരൻ കെ രാഘവൻ, വയലാർ ദേവരാജൻ. വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഇല്ല എന്ന വിശ്വാസമാണ് ജനങ്ങൾക്ക് അന്നും ഇന്നും. കാരണം വയലാറിനോടും ദേവരാജ മാസ്റ്റർക്കും മലയാളികൾക്കുള്ള ആദരം അത്ര വലുതാണ്. കാരണം ഒരു പാട്ട് നല്ലതാണെങ്കിൽ അത് വയലാറിനാണ് എന്ന് വിശ്വസിക്കാറുണ്ട് അയാൾ. അതാണ് വയലാറിന് മലയാളം കുട്ടിക്ക് സ്ഥാനം. അത് ആരെഴുതിയായാലും നല്ല പാട്ടാണെങ്കിൽ അത് വയലാറാണ്. അപ്പൊ അന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, വയലാർ ദേവരാജൻ ടീം എന്നാണ് പറഞ്ഞത്. ദേവരാജൻ വയലാർ ടീം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കവിക്കായിരുന്നു പ്രാധാന്യം. ആ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്ക് ദേവരാജൻ വയലാർ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടില്ല. പി ഭാസ്കരൻ ബാബുരാജനെ പറഞ്ഞിട്ടുള്ളൂ, പി ഭാസ്കരൻ കെ രാഘവൻ മാസ്റ്ററിനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം കവിക്കായിരുന്നു പ്രാധാന്യം. സംഗീത സംവിധായകൻ മോശക്കാരനാണെന്നല്ല അർത്ഥം, അവർക്ക് തുല്യ സ്ഥാനമാണ്. പക്ഷെ കവിത കഴിഞ്ഞാണ് സംഗീതം. അതുകൊണ്ടാണ് 62 വർഷം മുമ്പ് പി ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട് ഇപ്പോ ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗറിലെ 6 വയസ്സുള്ള കുഞ്ഞ് പാടുന്നത്. ആ പാട്ടിന് കവിതയുടെ മഹത്വം. പക്ഷെ ഇന്ന് ഇപ്പൊ വിജയ് സംഗീത സംവിധായകൻ വിജയ് മ്യൂസിക്കൽ ഫിലിം എന്നൊക്കെ കൊടുക്കാം പരസ്യത്തിന്. പക്ഷെ പാട്ടെഴുത്തുകാരുടെ പേരുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ പേര് കഴിഞ്ഞിട്ടായിരിക്കും പാട്ടെഴുത്തുകാരുടെ പേര്. നിങ്ങൾ നോക്കിക്കോണം, പത്രങ്ങളിൽ ഒരു പരസ്യത്തിൽ നോക്കിക്കോണം. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് കവികളാണ് സംഗീത സംവിധായകരെ കണ്ടെത്തിയിരുന്നത്. ദേവരാജൻ മാസ്റ്റർ ഏറ്റവും വലിയ സംഗീത സംവിധായകനാണ്. പക്ഷെ അദ്ദേഹം ചതുരംഗം പോലുള്ള പടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും ഭാര്യ എന്ന ഉദയ സിനിമയിലൂടെയാണ് ഏറ്റവും അധികം പോപ്പുലർ മ്യൂസിക് ഡയറക്ടർ മാറിയത്. അതിനകത്ത് നിങ്ങൾക്കറിയാം, പെരിയാറി പർവ്വതീയുടെ പനിദേവി എന്ന പാട്ട്, മുൾക്കിരിയുടെ എന്തിന് നൽകി സ്വർഗസ്നായ പിതാവി എന്ന പാട്ട്, അങ്ങനെ അനവധി പാട്ടുകൾ, എല്ലാ പാട്ടുകളും. ആ പാട്ടുകൾ സൃഷ്ടിക്കാൻ ദേവരാജ മാസ്റ്ററെ ആലപ്പുഴ ഉദയാസ്വനിൽ കൊണ്ടുപോയത് വയലാറാമൂർമ്മയാണ്. ദേവരാജ മാസ്റ്റർ വയലാറിനെ കൊണ്ടുപോവുകയായിരുന്നില്ല. അർജുനൻ മാസ്റ്ററെ കെ പി കൊട്ടാരത്തിലെ നിർമ്മാതാവിനെ ഗണേഷ് പിച്ചേശി കൊണ്ടുപോയത് ശ്രീകുമാരൻ തമ്പിയാണ്. അങ്ങനെ കവികളാണ് സംഗീത സംവിധാനം കണ്ടെത്തിയിരുന്നത്. അതായിരുന്നു അന്നത്തെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ശക്തി, ചൈതന്യം. അർജുനൻ മാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടില്ല എനിക്ക് സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു ദിവസം മദ്രാസിലെ താമസത്തിനിടയിൽ അമ്മയെ കാണാൻ ഹരിപ്പാട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ റേഡിയോയിൽ ഒരു ഗാനം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ തനിയാവർത്തനമാണ്, ക്ഷമിക്കണം. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലയ കെട്ടും മധുമാസ സന്ധ്യകളേ, ഈ പാട്ട് അന്ന് ആകാശവാണി മാത്രമേ ഒരു പാട്ട് കേൾക്കാൻ
ഒരു മാർഗം. അന്ന് ചാനലുകളില്ല, അന്തി ചർച്ചകളില്ല, ടെലിവിഷനില്ല, ആകെയുള്ള റേഡിയോ. അപ്പൊ റേഡിയോയിൽ ഉള്ള പ്രവർത്തിക്കുന്ന മഹാരന്മാരെന്ന് പറഞ്ഞാൽ അവർ എഴുതിയവരുടെയും മ്യൂസിക് ഡയറക്ടറുടെ പേര് പറയില്ല. ചിത്രത്തിൽ യേശുദാസ് പറയുന്നത്, ആ ചിത്രത്തിൽ കേശവന്റെ പാട്ട്, ഈ ചിത്രത്തിൽ വിശ്വസിന്റെ പാട്ട്, ഇത് മാത്രമേ പറയൂ. ഞങ്ങളുടെ പേര് പറയുകയില്ല, ക്രിയേറ്റേഴ്സിന്റെ പേരെ പറയില്ല. ബട്ട് ആർക്കും അറിയില്ല, ആരെയൊന്നും ആർക്കും അറിയില്ല. എല്ലാം പാടുന്നവരുടെ സ്വത്താണ് പാട്ട്. യേശുദാസിന്റെ പാട്ട്, കേശവന്റെ പാട്ട്, വിശ്വസിയുടെ പാട്ട്, ക്രിസ്ത്യാനികളുടെ പാട്ട്, അങ്ങനെ പറയാം. അതുകൊണ്ട് എനിക്ക് ആര് ആണ് ചെയ്തതെന്ന് അറിയില്ല. ഈ പാട്ട് എന്നെ വല്ലാതെ ആകർഷിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ പാട്ട് ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ആ, 1-2 പ്രാവശ്യം കേട്ടിട്ടുണ്ട് മക്കളെ, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ആരില്ലാന്ന് അറിഞ്ഞൂടാ. അതെന്റെ മനസ്സിൽ കഴിയും. പക്ഷെ എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ മാനത്തിൻ മുറ്റത്ത് മഴവില്ലഴകെട്ടും മധുമാസ സന്ധ്യകളേ, ഒരു ചെറിയ ദേവരാജ ടച്ചിന്റെ എനിക്ക് തോന്നി. അപ്പോ ദേവരാജ മാസ്റ്ററാണെങ്കിൽ ഭരവതി ദേവരാജൻ എന്ന മഹാനായ സംഗീത സംവിധായകൻ. ഇനി ഞാൻ ഈ ചെറുക്കന്റെ പാട്ട് തൊഴില്ല എന്ന് പറഞ്ഞ ശ്രീകുമാരൻ നദിയെ പുറന്തള്ളിയിരിക്കുന്ന കാലഘട്ടമാണ്. അത് ശ്രീകുമാരൻ നദിയെ നമ്മൾ എന്താ പറയാ, പട്ടിയടച്ച് വെള്ളം വെച്ചിരിക്കുക മലയാള സിനിമ ദേവരാജൻ ആ കാലം. അത് എനിക്ക് തോന്നുന്നു ഇത് ദേവരാജ മാഷാണോ, ഇത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം. ദേവരാജ മാഷ് അല്ലെങ്കിൽ ആരാണ്? ശബ്ദം പോയി. ഹലോ ഹലോ, ആ എന്താ സംഭവം ഉണ്ടോ? വേണമെങ്കിൽ നിർത്താം. അപ്പോ മദ്രാസില് അന്നത്തെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇപ്രാവശ്യം എൻ്റെ മാതൃഭൂമി പോയി ആത്മഹത്യ എഴുതിയിട്ടുണ്ട്. ഈ ആഴ്ച വന്ന, അതായത് അന്നത്തെ മലയാള ചലച്ചിത്ര സംഗീത ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ആർക്കശേഖർ, MS ബാബുയെ സംഗീതം ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ആർക്കശേഖർ, MV ശ്രീനിവാസൻ സംഗീതം ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ആർക്കശേഖർ, V ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്യുമ്പോഴും അസിസ്റ്റന്റ് ആർക്കശേഖർ. അതായത് ഓർക്കസ്ട്രേഷൻ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ് ആർക്കശേഖർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ AR റഹ്മാനായത് മനസ്സിലായില്ലേ? അപ്പൊ ആർക്കശേഖർ ഇല്ലാതെ മലയാള സിനിമ പാട്ടില്ല. ഞാൻ അന്ന് പാട്ടുകൾ എഴുതുന്നുണ്ട്, MBS വർക്ക് ചെയ്യുന്നുണ്ട്, ദേവരാമാഷൻ 2 പടം വർക്ക് ചെയ്ത് കഴിഞ്ഞു, ബാബുക്കയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ ചെന്നാലും ആർക്കശേഖർ ഉണ്ടാവും. ഞങ്ങളത് വളരെ അടുത്ത സുഹൃത്തുക്കളായി. എന്നെക്കാൾ 5 വയസ്സിൻ്റെ പ്രായക്കൂടുതൽ ശേഖരനുണ്ട്, എന്നെക്കാൾ 4 വയസ്സിൻ്റെ പ്രായക്കൂടുതൽ അർജുൻ മാസ്റ്റർക്കുണ്ട്. എങ്കിലും ഞാനതിന് പ്രായം കുറഞ്ഞ ആള് എന്ന് മറ്റല്ല പെരുമാറുക. സമശീർഷനെ പോലെയാണ് എല്ലാവരും സമശീർഷന് എന്ന് മറ്റല്ല പെരുമാറുക. അപ്പോൾ ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പാട്ട് ദക്ഷിണാമൂർത്തി ഒരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പാട്ട് ചെയ്യുന്നതുപോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ബിജിപാലും ഹരിനാരായണനും അല്ലെങ്കിൽ ബിജിപാലും റഫീഖ് അഹമ്മദും പാട്ട് ചെയ്യുന്ന പോലെ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. ഞാനും ദക്ഷിണാമൂർത്തി സ്വാമിയും ഞങ്ങളെ ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ്. ഞങ്ങളവിടെ പല പാട്ടുകൾ പാടുന്നു, ചർച്ച ചെയ്യുന്നു, പല രാഗങ്ങളും സംസാരിക്കുന്നു. അങ്ങനെ അവസാനം ഈ പാട്ട് രൂപം കൊള്ളുന്നു. ചിലപ്പോൾ വരി മാറ്റി എഴുതും, ചിലപ്പോൾ മ്യൂസിക് മാറ്റും, അങ്ങനെ. അപ്പോൾ RK ശേഖർ എപ്പോഴും കൂടെ ഉണ്ടാകും. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അസിസ്റ്റന്റും RK ശേഖറാണ്. അപ്പോൾ ഞാൻ ശേഖറിനോട് ചോദിച്ചു, ശേഖർ, ഞാൻ ഈയിടെ ഒരു പാട്ട് കേട്ടു, അത് മ്യൂസിക് ദേവരാജൻ മാസ്റ്ററാണ് എന്ന് എനിക്ക് തോന്നി. ഏതാ പാട്ട്? അപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. അപ്പോൾ മാനത്തിന് മുറ്റത്ത്. അപ്പോൾ ശേഖർ പറഞ്ഞു, അത് ദേവരാജൻ മാസ്റ്റർ അല്ല, ദേവരാജൻ മാസ്റ്റർക്ക് ഒരു ഹാർമോണിസ്റ്റ് ഉണ്ട്. കാളിദാസ കാലഘട്ടത്തിൽ നാടകങ്ങളിൽ ഹാർമോണിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു MK അർജുനൻ എന്ന് പറയുന്നത് പാവം, അത് ரொம்ப പാവം. അത് അർക്കശേഖർ പറഞ്ഞ വാക്ക് അപ്പാവി, ഒരു അപ്പാവി എന്നൊക്കെ വെറും പാവം ആണ്. അദ്ദേഹമാണ് അതിന് സംഗീത സംവിധായകൻ. അപ്പോൾ
എന്നെ പകർച്ച് ഉദ്ധമിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ മഹാനായ ദേവരാജ മാസ്റ്റർ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം ദേവരാജന്റെ അടുത്തൂടെ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരു പകപോക്കാനുള്ള ഒരു അവസരമാക്കിയാലോ. നമ്മളീ വെറുതെ ഒരു ആയുള്ള നായ പറയാനൊരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് ചെറിയ ഒരു ആയുധമാണല്ലോ ഇത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ സ്റ്റാഫുണ്ട്, ഉറപ്പാണ്. അപ്പോ ശേഖർ പറയുന്നു, നീ അന്ത പാട്ടാൻ കേട്ടിട്ട് ഇനി നിറയെ എനിക്ക് പാട്ട്, അന്ത പടത്തിലെ പാട്ട് ഞാൻ പാടുകയാണ്. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ എന്ന പാട്ട് പാടി കേൾപ്പിക്കുന്നത് ശേഖരന്റെ. പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ. ആ പാട്ട് ഞാൻ സട ഉടനെ എഴുന്നേറ്റ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ മനുഷ്യരെ നമുക്ക് മദ്രാസിൽ കൊണ്ടുവന്ന് എൻ്റെ പാട്ടുകൾ ചെയ്യിക്കണം. അപ്പോ അതെപ്പടി யாராவது டான்ஸ் கொடுக்கணுமே. അത് ഭക്ഷണ കറുത്ത പറഞ്ഞ് ഈ പാപ്പായി വെച്ച് പഠനം പോലെ മലയാള സിനിമയിൽ ഒരു വലിയ ഇപ്പോഴുണ്ടോ കണ്ണുണ്ട്. രാശിയിലൊരു 2 വാക്കുകളുണ്ട്. രാശി അത് ആദ്യം പ്രവർത്തിക്കുന്ന പടം ഓടിയില്ലെങ്കിൽ അയാൾക്ക് രാശിയില്ല, അയാളെ വിളിക്കേണ്ടത്. അപ്പൊ കറുത്ത പൗർണമിയുടെ പാട്ട് നന്നായിരുന്നിട്ടും ഒന്നടങ്കം ആ പടം ഓടാത്തതുകൊണ്ട് പടം എങ്ങനെയാ പോകുന്നത്? കറുത്ത പൗർണമി ഉണ്ടാവും. അപ്പൊ ഒരു പടം അപ്പൊ കറുത്ത പൗർണമി അത് ഉദിച്ചില്ല, സൂര്യൻ ഉദിക്കില്ല, ചന്ദ്രൻ ഉദിക്കില്ലല്ലോ കറുത്ത പൗർണമി. അപ്പൊ ആ പടം ഓടിക്കില്ല. പാട്ടുകള് കേൾക്കുന്നത് ഈ കറുത്ത പൗർണമി ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം എന്ന് പറഞ്ഞ് ഈ പാട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. അല്ലെ പാടിയ പാട്ട്. അപ്പൊ അങ്ങനെ ഞാനൊരു അപ്പോ ശേഖരപ്പെടുത്തി ആരെങ്കിലും ചാൻസ് കൊടുക്കണ്ടേ? നീ പറഞ്ഞപ്പോ ഞാനും ബിഗിനറാണ്. ഇത് 1969 66 ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പൊ 3 വർഷം കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. 3 വർഷം തികഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കങ്ങനെ ഭരിക്കാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസറും ഡയറക്ടറൊന്നും ആയിട്ടില്ല, വെറും പാട്ടെഴുത്താനും മാത്രമാണ്. അപ്പോ ഞാനങ്ങനെ ഒരു അവസരം നോക്കിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KP കൊട്ടാരക്കര എന്ന നിർമ്മാതാവ്, ഞാനും ആദ്യമായിട്ട് അദ്ദേഹത്തെ വിളിച്ച സിനിമ ലവ് ഇൻ കേരള എന്ന സിനിമയ്ക്കാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. 68 ലവ് ഇൻ കേരളയിലെ സംഗീത സംവിധായകൻ MS ബാബുരാജൻ. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത രഹസ്യം എന്നൊരു പടം എടുത്തു. അതില് BH രവീന്ദ്രനാഥ്, നിങ്ങൾക്കറിയാം, കരിയുന്നോ വിളിച്ചിരിക്കുന്നു, ഭാസ്കർ ഭാഷ കരിയുന്നോ വിളിച്ചിരിക്കുന്നു പാട്ടൊക്കെ ചെയ്ത ആറ്റുവഞ്ചി കടയിലെ ചന്ദ്രനെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴിച്ചുണ്ടിൽ പാടുക, ആ പാട്ടൊക്കെ ചെയ്ത കുങ്കുമപ്പൂവിൽ പൂത്തു, മനോഹര കല്യാണി എന്നുള്ള മനോഹര പാട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ട് വെച്ചിട്ടുള്ളതാണ് BH രവീന്ദ്രനാഥ്. നമ്മുടെ രാജാമണിയുടെ അച്ഛൻ, രാജാമണിയുടെ സംഗീത സാഹിത്യത. അപ്പൊ അദ്ദേഹം ഞാനിവിടെ ആദ്യം പറഞ്ഞ രഹസ്യം എന്ന സിനിമ പാട്ടുകളൊന്നും ശരിയാവുന്നില്ല. അപ്പോ എന്ത് പറ്റിച്ചാല് ചിദംബരനാഥനും ആദ്യകാലത്ത് ആകേശകാരനും സഹായി ഇവരും ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ട് ചിദംബരനാഥ് വേറൊരാളിനെ കൊണ്ടുവന്നു, ഈ അസിസ്റ്റന്റ്. അദ്ദേഹം കാര്യമായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ്. പാട്ട് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല, ചൂണ് നിർമ്മാതാവിനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത പടം വരുന്നത്. അടുത്ത പടം ഒരു മ്യൂസിക്കൽ ഹിറ്റാണ്, ആവണം. KP കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിപ്പടയിൽ എടുത്ത ഒരു നിർമ്മാതാവ് മാത്രം നമ്മൾ മലയാളം അറിയുന്നത്. അങ്ങനെയല്ല, അതൊരു വലിയ എഴുത്തുകാരനാണ്. അതായത് ശിവാജി ഗണേശൻ നായികയായിട്ട് അഭിനയിച്ച് മലയാളത്തില് പിന്നീട് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുന്ന ഒരു വലിയ പടമുണ്ട്, പാർശ്വമല. അതിന്റെ കഥാകൃത്ത് KP കൊട്ടാരക്കരയാണ്. ആണ്ടവൻ കട്ടളൈ എന്നൊരു സിനിമയുടെ ശിവാജി ഗണേശൻ അഭിനയിച്ച അതിന്റെ കഥാകൃത്ത് KP കൊട്ടാരക്കരയാണ്. അതുപോലെ MGR അഭിനയിച്ച പാർശ്വം എന്ന സിനിമയുടെ കഥാകൃത്ത് KP കൊട്ടാരക്കരയാണ്. അങ്ങനെയാണ് ആ പടം കൊണ്ട് അത് മലയാള സിനിമ പ്രൊഡ്യൂസറായിട്ട് മാറിയത്. അപ്പൊ അദ്ദേഹം എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തുടർച്ചയായിട്ട് എനിക്ക് പടങ്ങൾ തരാൻ തുടങ്ങി. ലവ് കേരള തന്നു, അടുത്ത രഹസ്യം തന്നു, അടുത്ത് തമ്മി നമ്മുടെ അടുത്ത റെസ്റ്റ് ഹൗസ് എന്നൊരു പടമാണ്. കംപ്ലീറ്റ് മ്യൂസിക്കൽ പിക്ചറാണ്. പാട്ട് കൊണ്ട് വേണം ഈ പടം ഓടാൻ. ഇതിനകത്ത് പാട്ടുകൾ 8 പാട്ടുകൾ ഉണ്ടാവും. എല്ലാ പാട്ടുകളും നന്നായിരിക്കണം. ഇതിലൊരു മ്യൂസിക് ഡയറക്ടർ വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമി ഇരിക്കാം. അപ്പോൾ ഞാനും സ്വാമികൾ ചെയ്ത പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് പാട്ടുകൾ ചന്ദ്രകാന്തം വൈക്കത്തഷ്ടമിനാളിലും അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി ഇരിക്കാം. അപ്പോൾ ആ പാട്ടുകളുടെ സ്വഭാവം എനിക്ക് പിടിക്കില്ല, ആ പാട്ട് ഞാനിവിടെ ചേർത്തില്ല എന്ന് എനിക്ക് വളരെ പറഞ്ഞു. ഈ പട്ടരെന്ന് പറഞ്ഞാൽ പരിഹാസപദമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭട്ടർ ആണ് പട്ടർ. ഭട്ടർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് അർത്ഥം. അതുങ്ങൾ ഇട പട്ടരെന്ന് വിളിക്കുന്നത് കളിയാക്കി വിളിക്കാൻ വിചാരിക്കരുത്, അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. പണ്ഡിത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചൊക്കെ വിഷമിക്കണ്ട, ഞാൻ സ്വാമി പറഞ്ഞ മനസ്സിലാക്കാൻ സ്വാമിയുടെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ആ സ്വാമി വീട്ടിൽ പോയി കാണുന്നു. സ്വാമി ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഹിറ്റാണ്, നമുക്ക് 8 പാട്ടുള്ള പടമാണ്, നമുക്ക് ചെയ്യണം. ആ പ്രൊഡ്യൂസർ കൈപ്പോട്ടൊക്കെ അങ്ങനെ ചെയ്യില്ല സ്വാമി. അപ്പോൾ നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഞാൻ പഠിച്ച കണക്കാണ്. ഞാൻ കവിതയൊക്കെ പാട്ടൊക്കെ എഴുതുകയും പഠിച്ചത് കണക്ക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നാണ്. അപ്പോൾ ഞാൻ സ്വാമി പറഞ്ഞ് മനസ്സിലായി. സ്വാമി അപ്പോൾ താൻ ഏറ്റോണം. ഞാൻ ഏറ്റു. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്, ഞാൻ സ്വാമിക്ക് ഇത്ര രൂപ തരും എന്ന് കൊട്ടാരക്കര എന്നോട് പറയാൻ പാടില്ല. കാരണം ദക്ഷിണാമൂർത്തി സംഗീതത്തിന് വിലയിടാൻ ഒരുത്തരം വളർന്നിട്ടില്ല സ്വാമി. ഞാൻ സ്വാമി സമ്മതിച്ചു. സ്വാമിയുടെ സംഗീതത്തിന് വിലയല്ലോ, പടത്തിന് വർക്കിനുള്ള വിലയല്ലേ പറയുന്നത്. അത് ഇത്ര രൂപയെ ഞാൻ തരൂ എന്ന് കൊട്ടാരക്കര എന്നോട് പറയാൻ പാടില്ല. അതിനൊരു സ്വഭാവമുണ്ട്, അത് പറയാൻ പാടില്ല. പക്ഷേ അതേസമയം തമ്പി പറയുന്നത്, തമ്പിയുടെ പാട്ടല്ലേ, വർക്കെല്ലാം കഴിഞ്ഞ് പാട്ടുകളുടെ റെക്കോർഡിങ് കഴിഞ്ഞ് എത്ര ചെറിയ തുക ഒരു കവറിട്ട് തന്നാലും ഞാൻ നോക്കാതെ മേടിച്ചു വരും. പക്ഷേ തുക പറയരുത്. അപ്പൊ ഞാൻ നിസ്സാരമായ കാര്യമല്ലേ. ഞാൻ നേരെ വന്ന് കൊട്ടാര കച്ചവടത്തിൽ പറഞ്ഞു, ചേട്ടാ ഒരു ഉപകാരം ചെയ്യാം. എന്താണ്? സ്വാമി സമ്മതിച്ചു. പക്ഷേ സ്വാമി വരുമ്പോൾ സ്വാമി പ്രതിഫലം പറയരുത്, പ്രതിഫലത്തിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിട്ട് കൂടി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ചേട്ടൻ കൊടുക്കണ്ട, ചേട്ടൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക കവറിട്ട് എൻ്റെ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം. അദ്ദേഹം ചോദിക്കത്തില്ല അങ്ങനെ. പക്ഷെ കൊട്ടാരക്കാരായ ചേട്ടൻ്റെ ഭാര്യയ്ക്കൊരു സംശയം. അവർ കന്നഡ സ്വദേശിയാണ്. അപ്പൊ അവർക്കൊരു ഡൗട്ട്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ശരിയാവും. അപ്പൊ ഞാൻ സ്വാമിയെ വിളിച്ചുകൊണ്ട് വരുന്നു. കൊട്ടാരക്കാരുടെ വീട്ടിൽ ഉള്ളിൽ പ്രവേശിക്കുന്നു. ആ വീടിന് പ്രത്യേകതയുണ്ട്, ഞാൻ ഡിസൈൻ ചെയ്ത് കെട്ടിയ വീടാണ് ആസ് എൻ എഞ്ചിനീയർ. അപ്പോൾ ആ വീടിൻ്റെ പൂജാമുറി, ആ പൂജാമുറിക്കകത്ത് വിളക്ക് കത്തിച്ച് ഒരു ബ്രാഹ്മണനല്ലേ വരുന്നത് തമ്പി, അദ്ദേഹത്തെ കൊണ്ട് കർപ്പൂരം ഒഴിഞ്ഞിട്ട് പാട്ടം കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി സാധാരണയായിട്ട് ഒരു മുണ്ടും ഒരു ഓയിൽ ജുബയും ഇട്ടുള്ളൂ, വെളിയിലൊന്നുമില്ല. ഒരു ഓയിൽ ജുബ, മിക്കവാറും ഓയിൽ ജുബ കാണും. തോർത്തും പോകണം. സാധാരണ കുളിക്കാൻ വീഴുന്ന തോർത്തൊക്കെ അല്ല, ടവലും പോലെ ഒരു തോർത്തും തോളത്തുണ്ടാവും. ചില സമയത്ത് പുള്ളി നല്ല മൂടെയാണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ടേ കാണത്തില്ല, തോർത്തും കൊണ്ട് മാത്രമേ കാണൂ. മദ്രാസ് എവിടെ പോകും. അപ്പോൾ സ്വാമി ഞാൻ വിളിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു, കാറിൽ കൂട്ടിക്കൊണ്ടിരുന്നു. അകത്ത് വരുന്നു. അപ്പോൾ കൊട്ടാരക്കാച്ചട്ടം പറയുന്നു, നമുക്ക് ഒരു പൂജ ഒന്ന്, ഒരു കർപ്പൂരം ഒഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൃഷ്ണസ്വാമി കർപ്പൂരം ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട്, എന്നെ തകർത്തുകൊണ്ട് കീപ്പിക്കൊണ്ടാക്കേണ്ട ഒരു വാചകം, സ്വാമി ഈ പടത്തിന് ഞാൻ സ്വാമിക്ക് 1500 രൂപ തരും. അപ്പൊ സ്വാമി എന്ത് ചെയ്തു? സ്വാമി ഞാൻ എഴുതി കൊടുത്ത കടലാസ് ഞാനൊരു തെറ്റും ചെയ്യാൻ നിരപരാധിയാണ്. ഞാൻ സ്വാമി റെക്കമെൻഡ് കൊടുത്തിരിക്കുക, സ്വാമിക്ക് ഒരു പണം വാങ്ങി കൊടുത്തിരിക്കാം. സ്വാമി ആ പാട്ട് കയ്യിലിരിക്കുക, പാട്ടിട്ട് എന്റെ മുഖത്തെ കൊണ്ടേ. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് മുഖത്ത് തട്ടിയത് താഴെ എവിടെയോ പറന്ന് പൂജാമുറി എവിടെയോ പോയി. സ്വാമി ആ തോർത്തെടുത്തൊരു കുട കുടഞ്ഞിട്ട് തോർത്തിട്ട് ഒറ്റ നടത്തം ഇറങ്ങി ഒറ്റ പോകാം. ഞാൻ തന്നോട് പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്തെന്ന്. ഞാൻ തന്നെ പറഞ്ഞു ഇയാൾ തുക ഉണ്ട് 1500 രൂപ എന്റെ സംഗീതത്തിന് വില. ഇയാളാണ് തീരുമാനിക്കേണ്ട സംഗീതത്തിന്റെ വില 1500 രൂപ. അന്ന് 1500
രൂപ വലിയ തുകയാണ് കേട്ടോ. അന്ന് ഒരു പവന് 200 രൂപയുള്ളൂ. മറക്കട്ടെ, ഒരു പവന് 200 രൂപ കാലത്താണ് 1500 രൂപ. അപ്പോ ഞാൻ പിന്നാലെ ഓടുന്നു, സ്വാമി പിന്നാലെ ഓടുന്നു. അപ്പോൾ സ്വാമി 12B എന്ന ബസ്സിലാണ് സ്വാമിയുടെ താമസം മന്ദവെളി സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇത് ടി നഗർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. അപ്പോൾ സ്വാമിയോട് ഞാൻ പുറകെ ഓടുന്നു. സ്വാമി പോയല്ലേ, സ്വാമി നിൽക്കരുത്, താനൊരു അക്ഷരം പിടിക്കരുത്, താനൊക്കെ കാരണക്കാരൻ, ഒരു അക്ഷരം വിടരുത്. അപ്പൊ അവിടെ ചെന്നേക്ക് വന്നാ സ്വാമിയുടെ ഈ പൈസ എടുത്തിട്ട് ഞാൻ കാറിലല്ലേ കൊണ്ടുവന്നേ, ബസ് ടിക്കറ്റ് പൈസ വേണ്ടേ, 25 പൈസ കാരണം അവിടെ നിന്ന് മന്ദവെളി 25 പൈസ ടിക്കറ്റ്. അപ്പൊ ഞാൻ 1 രൂപ എടുത്ത് കൊടുക്കുന്നു, 1 രൂപ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന് 12B ബസ്സിൽ കയറി സ്വാമി പോയി. ഞാൻ തിരിച്ചു വന്നു. എന്തിനായിരിക്കും ആ കേസ് ഇരിക്കുന്നു, ഹാർമോണിയമായിട്ട് തബലിസ്റ്റ് മണിയിരിക്കുന്നു, തബല വായിക്കുന്ന മണിയിരിക്കുന്നു. എന്ത് ചെയ്യണം അറിഞ്ഞൂടാ, ഞാനുകൊണ്ട് പാട്ടുകൊണ്ട് മ്യൂസിക് ആയിട്ടില്ല. അപ്പോ കൊട്ടാരക്ക എൻ്റെ അവിടെയാണ് കാലം എന്നെ സഹായിച്ചത്. കാലം ഞാൻ തന്നെ എഴുതിയുള്ളൂ, കാലം ഒരു അജ്ഞാത കാമുകൻ, ജീവിതമോ പ്രിയ കാമുകി, കരവിൽ നൽകും കണ്ണീര് നൽകും വായ്പൊരു വലിച്ചത്. അതാ കാലം. എല്ലാം തരുന്നത് കാലമാണ്, എല്ലാം തിരിച്ചെടുക്കുന്നതും കാലമാണ്. അപ്പോ ഞാൻ തിരിച്ചു വന്ന് അപ്പോൾ കൊട്ടാര അതിനേക്കാൾ ചൂടാ, സ്വാമിയേക്കാൾ ചൂടായിരിക്കുകയാണ്. ഞാൻ ഈ പരട്ട പട്ടണ കണ്ടതാണേ പറഞ്ഞല്ലേ, നിങ്ങൾ എനിക്കിപ്പോ മ്യൂസിക് എടുത്ത് തരണം. മറ്റേന്നാൾ 10:30 മണിക്ക് മുഹൂർത്തം നോക്കി വെച്ചിരിക്കുക റെക്കോർഡിങ്ങില്, മറ്റേന്നാൾ 10:30 മണിക്ക്. അപ്പൊ സ്വാമി ഇപ്പൊ രാവിലെ 8 മണിയാണ്, മറ്റേന്നാൾ 10:30 മണിക്ക് റെക്കോർഡിങ്. സ്വാമി എനിക്ക് തമ്പി എനിക്ക് മ്യൂസിക് ആയിട്ട് വേണം. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഒരു പുതിയ ആളായതാ. ഒരു പുതിയ ആളെന്ന് പറഞ്ഞാൽ 1ാം തരം മ്യൂസിക് ഡയറക്ടർ തമ്പി അറിയാം. എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിന് പാട്ട് കിട്ടിയിട്ടുണ്ട്, 1ാം തരം പാട്ടാണ്. ഏത് പടത്തിൽ ജോലി ചെയ്തു? കറുത്ത പൗർണമി. കറുത്ത പൗർണമി ഒരു അപ്പത്തന്നെ പോയില്ലേ, അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ കറുത്ത പൗർണമി എന്ന പേര് മറക്ക്, ചേട്ടൻ ഈ പാട്ടൊന്ന് കേൾക്കും. എന്നിട്ട് ഞാൻ ശേഖർ ചേർന്ന്, ശേഖർ അമ്മയും വായിക്കുന്നു, ഈ മാനത്തിന് മുറ്റത്ത് പാടി കേൾപ്പിക്കുന്നു. മാനത്തിൽ മുറ്റത്ത് മഴവില്ലാതായി കിട്ടും മധുമാസന്ധികളെ. അത് കഴിഞ്ഞ് പുഷ്പചത്തിൽ പോയി വരുന്ന ഹൃദയമൊരുക്കി നീ കരയില്ലെങ്കിൽ കഥകം നിറയും ഒരു കഥ പറയാം. ഇതൊക്കെ ഞാൻ ശേഖർ എന്നെ സഹായിക്കുന്നു, ഞാൻ പാടി കേൾപ്പിക്കുന്നു. കേൾക്കഴിഞ്ഞപ്പം തമ്മിക്ക് ഉറപ്പുണ്ടോ പാട്ട് നന്നാവുന്നു? ഇപ്പൊ കേട്ട പാട്ടൊന്ന് മോശമാണ്. ശരി, പക്ഷേ എങ്ങനെ വരുത്തും? ഇനി ഒരു ദിവസം മറ്റന്നാൾ 10:30 മണിക്ക് റെക്കോർഡ് ചെയ്യണം. ഞാനൊന്ന് ശ്രമിക്കാം. ഞാൻ ശേഖർ പറഞ്ഞു, ശേഖർ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേഗം യേശുദാസിന് വീട്ടിൽ പോകാം. പോളിനെ വിളിച്ച് പറയാം. യേശുദാസിന്റെ അന്നത്തെ മാനേജർ പോളൊരാളാണ്, കൊച്ചിയിൽ ഉള്ള പോളൊരാളാണ്. അപ്പൊ അങ്ങനെ തന്നെ ആദ്യ ശേഖരന്റെ പാട്ട് കേൾപ്പിക്കുന്നു. അപ്പോ അങ്ങനെ ഞങ്ങള് ആർക്കേശൻ മോറിസ്വയിൽ ആർക്കേശൻ ഡ്രൈവ് ഞങ്ങൾ രണ്ടും കൂടി യേശുദാസിന്റെ വീട്ടിൽ ചേർന്നു. അന്ന് ഇന്നത്തെ യേശുദാസ് ആയിട്ടില്ല, യേശുദാസ് സഭയൊക്കെ ഉണ്ട്, യേശുദാസ് വീട്ടിലുണ്ട്. യേശു നമുക്ക് അർജുനനെ ഇവിടെ വരുത്താനുണ്ടാ കഴിയും. നമുക്കൊരു കാര്യം ചെയ്യാം, പോളിനെ വിളിച്ച് പറയാം, വീട്ടിലോട്ടേക്ക് കെട്ടിവിടും. പ്രശ്നം വെച്ചാൽ നാളെ രാവിലെ ഇവിടെ വരണം മദ്രാസിൽ. മറ്റന്നാൾ ഉച്ചയ്ക്ക് 10:30 മണിക്ക് റെക്കോർഡിങ്ങാണ്. നമുക്ക് ശ്രമിക്കാൻ തമ്മിൽ പറയുന്നു. ലൈറ്റിംഗ് ആണ്. അന്ന് STD ഒന്നുമില്ല, STD കാണൊന്നുമില്ല, മൊബൈലില്ല. ട്രങ്ക് കാർഡ് ബുക്ക് ചെയ്താൽ കാത്തിരിക്കാൻ 2-3 മണിക്കൂർ. ലൈറ്റിംഗ് കാർഡെന്ന് പറഞ്ഞാൽ 3 ഇരട്ടി ചാർജ് കൊടുത്താൽ അപ്പം തന്നെ കിട്ടും. ലൈറ്റിംഗ് കാർഡ് വിളിച്ചു. ഭാഗ്യത്തിന് പോളിനെ കോടി കെട്ടി. പോളിനോട് യേശു പറയുന്നു, പള്ളുരുത്തിൽ പോയി അർജുന മാഷെ എങ്ങനെയെങ്കിലും ഇന്നത്തെ മദ്രാസ് മെയിൽ കയറ്റി വിടണം. അപ്പോൾ 1:30 മണിക്കാണ് കൊച്ചി ടെർമിനൽസിൽ നിന്ന് മദ്രാസ് മെയിൽ പുറപ്പെടുക. അത് കാലം അനുകൂലമാകുമ്പോൾ പോളിനെ എങ്ങനെ ഫോണിൽ കിട്ടുന്നു. പോള് ഒരു വണ്ടിയെടുത്ത് അർജുന മാഷ് വീട്ടിലുണ്ട്. അദ്ദേഹത്തോട് പറയുന്നു,
ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി മദ്രാസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഒരു പടമുണ്ട്, ഓർക്കുകയാണ്. KP കൊട്ടാരക്കരുടെ പടമാണ്. പുറപ്പെടണം ഉടനെ, ഇന്നത്തെ ട്രെയിനിൽ പോകണം, മറ്റൊന്ന് റെക്കോർഡിയാണ്. ഏതായാലും അജയ് മാഷ് എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടിയും സൂട്ട്കേസും ഒന്നുമല്ല, ഒരു സഞ്ചി, അതിനകത്ത് 1-2 ഷർട്ടും മുണ്ടും. അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെയോ 1.5 മണിക്കൂറിൽ ട്രെയിനിൽ കയറ്റി വിട്ടു. അപ്പോൾ പോൾ എന്നോട് പറഞ്ഞത്, ആള് ഉയരം കുറവാണ്, താടിയുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, താടിയുണ്ട്. അത് ട്രെയിൻ വന്ന് എല്ലാവരും പോയാലും, എല്ലാ യാത്രക്കാരും പോയാലും അദ്ദേഹം കമ്പാർട്ട്മെന്റ് അവിടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിൽക്കും. അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോ ഞാൻ തന്നെ പോകുന്നു, ഒരു ടാക്സി എടുത്ത്, അദ്ദേഹം കാരണം വാങ്ങിച്ചിട്ടില്ല, ഒരു ടാക്സി എടുത്ത് പോകുന്നു. അവിടെ പോയി ഞാനിങ്ങനെ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ 4 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരിക. ഞാൻ കാത്തു നിൽക്കുന്നു. ആളുകൾ വരുന്നു, ആളുകൾ പോകുന്നു. എല്ലാവരും പോയി കഴിയുമ്പോൾ ദൂരെ കാണാൻ ഒരു ലോങ് ഷോട്ടിൽ ഒരു കൊച്ചു മനുഷ്യൻ, ഒരു സഞ്ചി തൂക്കി, താടിയുണ്ട്, നിൽക്കുന്നു. ഞാൻ അടുത്ത് ചെല്ലുന്നു. ഞങ്ങളുടെ ആദ്യ സന്ദർശനമാണ്. ഞാനാണ് ശ്രീകുമാരൻ തമ്പി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ വിളിച്ച് അദ്ദേഹത്തെ ടാക്സിയിൽ കയറ്റുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ രാവിലെ തന്നെ ട്യൂൺ ചെയ്ത് തുടങ്ങണം. നാളെ 10:30 മണിക്ക് റെക്കോർഡിങ്ങാണ്, മുഹൂർത്തം നോക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂപ്പര് പറഞ്ഞാലേ ഞാൻ ചെയ്യൂ. ഞാൻ പറഞ്ഞു, അതായത് മൂപ്പര് ദേവരാജ മാഷ്. അപ്പൊ എന്റെ സത്ത നാടിയത്, കാരണം എന്നെ പടിയടച്ച് വിണ്ണ വെച്ച ആളുകളിലേക്ക് പോകുന്നത്. അങ്ങനെ അനുവാദം ചോദിക്കണം. നീ അദ്ദേഹത്തിന്റെ അനുവാദം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഈ കെട്ടിക്കൊത്തിക്കൊണ്ട് വന്ന അതെല്ലാം കൂടെ ചീട്ട് കൊട്ടാനും പോലെ താഴെ പോകും എന്ന് ഭയന്നിട്ട് ഞാൻ പറയും, ചോദിക്കാൻ നിർബന്ധമാണ്. ആ മൂപ്പര് പറഞ്ഞാലേ ഞാൻ ചെയ്യും, എന്റെ ഗുരുവാണ്. പക്ഷെ അവിടെയാണ് പരമൂർ ദേവരാജൻ എന്ന സംഗീതത്തിൻ്റെ, എന്ന മനുഷ്യന്റെ മഹത്വം ഞാൻ കണ്ടത്. ഞാൻ അദ്ദേഹം നൂറിൽ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ ടാക്സി കൊണ്ട് നിർത്തി. അപ്പോൾ മുകളിൽ അദ്ദേഹം അപ്സ്റ്റെയർ മുകളിലുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അതിൽ കയറിപ്പോയി. എന്താ നടക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കിട്ടിക്കൊണ്ട് ദേവരാജ മാഷ് ബാൽക്കണി വന്നിട്ട്, എന്താണോ താൻ താഴെ തന്നെ ഇരുന്ന് കളഞ്ഞേ, മേലോട്ട് വാ, ഒരു ചായ കുടിച്ചിട്ട് പോ എന്ന് ദേവരാജ മാഷ് പറഞ്ഞു. അദ്ദേഹം ചായ കുടിക്കില്ല, കാര്യകാലം കുടിക്കില്ല, മറ്റുള്ളവർക്ക് വാങ്ങിച്ചു തരും. അപ്പം ഞാൻ നേരെ എഴുതുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, തമ്മിൽ തരക്കടില്ലാതെ എഴുതൂ, നീ ചെയ്തു കൊടുക്കുക എന്ന് ദേവരാജ മാഷ് പറഞ്ഞതുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ടീം ഉണ്ടായത്. അപ്പം അതിൻ്റെ നന്ദി ദേവരാജ മാഷിക്ക് കൊടുക്കണം. അങ്ങനെ നേരെ കേട്ടിക്കോട്ടെ ഹോട്ടലിൽ പോലും പോകുന്നില്ല, നേരെ കേട്ടിക്കോട്ടെ വീട്ടിലേക്ക് വരികയാണ്. അതേ പ്രഭാതം കൊണ്ട് അവിടെ വീട്ടിൽ ചെയ്യുന്നു. ഞങ്ങൾ മുകളിൽ ബാൽക്കണിയിൽ ഓല കൊട്ടയുണ്ട്, അവിടെ ഇരുന്നാണ് കമ്പോസ് ചെയ്യുക. അങ്ങനെ ഞാൻ ആദ്യത്തെ പാട്ട് എഴുതി കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് എന്നോട് ഹാർമോണിയത്തിൽ വേലോടിച്ചു. എന്നോട് മോഹന ഇഷ്ടം, മോഹന രാഗം ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ ചെയ്യേ, പാട്ട് നന്നാവണം. കാരണം എൻ്റെ ഉത്തരവാദിത്വമാണ്, നിങ്ങളിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. നമുക്ക് പാട്ടുകൾ ഹിറ്റാവണം, ഏത് രാഗമായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് അർജുൻ മാസ്റ്റർ ഹാർമോണിയത്തിൽ വിരലമർത്തി ആർക്കേശയുടെ കാത് എന്ന് പറഞ്ഞു. എൻ്റെ വരികളെടുത്ത് അദ്ദേഹം വായിച്ചതാണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു,
ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു ഭിന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ഇത് പാടിക്കഴിഞ്ഞപ്പോ ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇത് പാടിക്കഴിഞ്ഞപ്പോ ഈ KP കൊട്ടാരക്കരയും ശശികുമാർ സാറ് എഴുന്നേറ്റ് പോയി. അപ്പോ അർജുനൻ മാഷ് ഉറപ്പിച്ചു എന്നെ പറഞ്ഞയക്കും. അദ്ദേഹം പറഞ്ഞത് കാരണം ട്യൂൺ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പോരാ എന്ന് തോന്നിയിട്ടുള്ളത്. ഒറ്റ ട്യൂണ്, ഒരേ ഒരു ട്യൂൺ അദ്ദേഹം ആദ്യം വായിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വരികൾ അർജുനൻ മാഷ് സംഗീതത്തിലൂടെ വായിക്കുകയാണ്. അപ്പോ കുറച്ച് കഴിഞ്ഞ് കൊട്ടാരക്കര പുറത്ത് എന്നെ അകത്തേക്ക് വിളിച്ചു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കൊട്ടാരക്കര പറഞ്ഞു, തമ്പി നമ്മുടെ അടുത്ത 10 പടത്തിൽ ഇങ്ങനെ മതി. അതാണ് അർജുനൻ മാഷ്. അവിടെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. പിന്നീട് അനവധി പരീക്ഷണ ഘട്ടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തരണം ചെയ്തിട്ടുണ്ട്. അർജുനൻ മാഷ് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ കാലത്ത് ധാരാളം തിരക്കഥ എഴുതുമായിരുന്നു. അപ്പൊ തിരക്കഥ എഴുതുമ്പോൾ ഞാൻ ചോദിക്കും, പാട്ട് തിരക്കഥയും എഴുതിയ പാട്ട് ഞാൻ എഴുതുക, മ്യൂസിക്കാരൻ അതിങ്ങനെ ഇല്ല, അർജുനൻ മാഷ് വേണം. ഞാൻ പറയും മ്യൂസിക് അർജുനായിരിക്കണം. അർജുനൻ മാഷക്ക് ഈ പിടിച്ചു നിൽക്കാനും യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അർജുനൻ മാഷിന് വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്ത് ഞാനാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുഷ്പാഞ്ജലിയുടെ ദുഃഖവീരൻ കൊല്ലകാലം വന്ദനം, പിക്നിക്കിലെ വാർക്കനെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി ഒരുങ്ങും. ഈ 2 പാട്ടുകളുടെ കഥ വളരെ വേദനാകരമാണ്. കാരണം ഈ 2 പാട്ടുകളിലും അർജുനൻ മാഷ് അപമാനിതനായതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാട്ട് ഉണ്ടെങ്കിൽ ശ്രീവാനന്ദി കൂടെ അല്ലെ ശ്രീവാനന്ദിയില്ല, അർജുനിലേക്ക് ശ്രീവാനന്ദിയില്ല, അത്ര തന്നെ സൗകര്യമെടുക്കുക. ഇങ്ങനെ പറയാനുള്ള ശക്തി അർജുനൻ മാഷിക്കില്ല. അർജുനൻ മാഷ് ആ കാണിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ 3 ട്യൂൺ പാടി 3 ഇഷ്ടപ്പെട്ടില്ല, 4 ട്യൂൺ 4 ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അർജുനൻ മാഷ് പതുക്കെ ഈ ഹാർമോണി പിറ്റേന്ന് അടയ്ക്കും, എന്നെ ചൊറിയും, ഞാൻ പോവാം. അതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. അപ്പൊ അതിന് എവിടെ മുതൽ അവിടെ ഇരിക്കണം, ഈ പാട്ട് ചൊന്നെടുക്കും. പിന്നെ ഞാനാണ് ഫൈറ്റ് ചെയ്യുക. ഇതായിരുന്നു ഞങ്ങളുടെ കഥ. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന് ഞാൻ ലഭിച്ച പുരസ്കാരം എൻ്റെ ഇടത്തെ കയ്യിൽ നിന്ന് എൻ്റെ വലത്തെ കയ്യിലേക്ക് വന്നതാണ്. അതിന് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല് ഒരു നിമിത്തമായി എന്ന് മാത്രം. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരുതുകൊണ്ടാണ് ഞാൻ ഈ തുക സ്വീകരിക്കുന്നത്. കാരണം അർജുനൻ മാഷിന്റെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഈ തുക സ്വീകരിക്കാൻ എനിക്ക് അർഹതയില്ല, ഞാൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ പണം മുടക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇത് സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ എന്നേക്കാൾ 4 വയസ്സ്, കൃത്യമായി 4 വയസ്സിന് പ്രായക്കൂടുതലുണ്ട്. അർജുനൻ അങ്ങനെ എൻ്റെ ചേട്ടനാണ്. പക്ഷേ ഞാൻ അർജുനൻ എന്ന് വിളിക്കും. സ്വാതന്ത്ര്യത്തിൽ അർജുനൻ മാഷ് എന്നെ തമ്പി സാറെന്ന് വിളിക്കുന്നത്. ഞാൻ ചോദിക്കും, ഞാൻ അർജുനൻ എന്ന് വിളിക്കും, നിങ്ങൾ എൻ്റെ പേര് ഡബ്ബിൽ വിളിച്ചാൽ പറയാം. അല്ല, നമ്മുടെ സ്ഥാനം നോക്കണമല്ലോ, നമ്മൾ പ്രൊഡ്യൂസറുടെ ഇറക്കൊക്കെ അല്ലേ. അങ്ങനെയാണ് അർജുനൻ്റെ മറുപടി. അതുകൊണ്ട് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാണ്. കാരണം അഭിമാനത്തോടെ ഏറ്റുവാങ്ങിയ പുരസ്കാരം വേദനയോടെ ഏറ്റുവാങ്ങിയ ദിവസമാണ്. എല്ലാവർക്കും നന്ദി. അർജുനൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കല്ലറഗോപൻ പൗർണമി ചന്ദ്രയെ തൊട്ടുപിടിച്ചു എന്ന പാട്ട് പാടുന്നു. വരികളൊക്കെ നമുക്ക് ഒരു ദിവസം അല്ല, 2 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും കേട്ടിരിക്കാം. തമ്പി സാറ് അനുഭവത്തിലൂടെ പറഞ്ഞ വാക്കുകൾ
നിസാർ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ്, ചൂടാണ്. അർജുന മാസ്റ്റർ ആണെങ്കിൽ നിലാവാണ്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ സംഗമം ഉണ്ടായത്. ശ്രീകുമാരൻ്റെ അർജുന സൂര്യൻ്റെ ചൂടും ചന്ദ്രൻ്റെ തണുപ്പും കൂടി ചേർന്ന ഒരു ബന്ധം. ഇപ്പോഴും നാം കേൾക്കുന്ന മധുരതരങ്ങളായ മറുപടി പ്രസംഗത്തിന് ഹൃദയപൂർവ്വം താഴ്മയോടെ ബഹുമാനത്തോടെ നന്ദി. ചടങ്ങ് അവസാനിക്കുകയാണ്.